ഹായ് ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പെപ്ലിൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്സൊക്കെ നോക്കാം. ഇവിടെ ഞാൻ 4ആയിട്ട് നമ്മുടെ ഫാബ്രിക്കിനെ മടക്കി ഇട്ടിട്ടുണ്ട്. നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. ഈ സമ്മറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ എടുക്കാം. അത് ഞാൻ 6 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. അതേ തന്നെ നേരെ താഴോട്ടേക്ക് നമ്മൾ 6 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4, പിന്നെ നമ്മുടെ സീം അലവൻസ് ഇപ്പോൾ 1.5 ആണെങ്കിൽ 1.5, അല്ല 2 ആണെങ്കിൽ 2. അങ്ങനെ ഞാൻ ചെയ്തിട്ട് കിട്ടിയേക്കുന്നത് 9.5 ആണ്. ഇതൊരു 10 ഇയർ ഓൾഡ് കുട്ടിക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇനി വേസ്റ്റ് മെഷർമെൻറ്റ്, വേസ്റ്റ് ഞാനിവിടെ 10 ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 8.5 ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ അവിടെ വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഹാഫ് എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് പിന്നെ 1.5 അല്ലെങ്കിൽ 1 എടുക്കാം. ഇവിടെ ഞാൻ 1 ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം വരച്ചതിന് ശേഷം നമുക്കിതെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കൈക്കുഴി ഫ്രണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കർവ് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വേറെ സെപ്പറേറ്റ് ആക്കി ഫ്രണ്ട് വേറെ സെപ്പറേറ്റ് ആക്കി ആ കൈക്കുഴി നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ താഴേക്കൊരു പെപ്ലിനാകുമ്പോൾ ഫ്രില്ലറ്റ് പോർഷൻ വരുമല്ലോ, അവിടത്തേക്ക് ഞാൻ എടുത്തേക്കുന്നത് 13 ഇഞ്ച് ലെങ്ത്താണ്. വിഡ്ത്തായിട്ട് എടുത്തേക്കുന്നത് ഈ ഫാബ്രിക്ക് 42 ഇഞ്ചസാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ആ 42 ഇഞ്ചസ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ചുരുക്കിട്ട് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ചുരുക്കം വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഫുൾ 42 എടുത്തത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നെക്ക് ചെയ്തെടുക്കാം. നെക്കിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3 ഇഞ്ചസാണ്. അപ്പോൾ വിഡ്ത്തായിട്ട് 3 എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഡെപ്തായിട്ട് ഞാൻ 4 ഇഞ്ചസാണ് എടുക്കുന്നത്. ഒരു സ്ക്വയർ നെക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു കൺഫ്യൂഷൻ, സ്ക്വയർ നെക്ക് ചെയ്യണോ വി നെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ സ്ക്വയർ നെക്ക് ഉപേക്ഷിച്ചിട്ട് വിയിലോട്ട് പോകാമെന്ന് വിചാരിച്ച്, പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആ ഒരു വിയും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കേർവ്ഡ് വി ആണ് ചെയ്തത്. ഇതുപോലെയുള്ള കുറച്ച് കർവ് ചെയ്തിട്ടാണ് വി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.